സത്യത്തിൽ കേരളത്തിൽ ബി.ജെ.പി. ആകെ നാണം കെട്ടു നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കൈവെള്ളയിൽ കിട്ടിയപ്പോൾ ഇതാ ഇപ്പോൾ ശരിയാക്കി തരാമെന്നൊരു മട്ടായിരുന്നു അവർക്ക്. പക്ഷേ 6 മാസം തികയുമ്പോഴേക്കും സ്വന്തം കസേര നിലനിർത്താൻ പാടുപെടുകയാണ് ഓരോ കൗൺസിലർമാരും. അതിലേക്കൊക്കെ നയിച്ചത് സുഗതൻ എന്ന കാപ്പ കേസ് പ്രതിയാണ്. രാത്രിക്ക് രാത്രി പോലീസ് വെടിവെട്ടിച്ച് വീട് കയറിയാണ് സുഗതനെ പൊക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചെടുക്കുമെന്ന വലിയ അവകാശവാദങ്ങളുമായി വന്ന ബി.ജെ.പിയെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സ്വന്തം ജനപ്രതിനിധി തന്നെയായ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുന്ന സുഗതൻ. വട്ടിയൂർക്കാവ് വെള്ളയിൽ കടവിൽ നടന്ന ക്രൂരമായ വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതനെ നാടകീയമായി പോലീസ് പിടികൂടിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ബി.ജെ.പിയുടെ കഷ്ടകാലം. ഒരു കൗൺസിലർക്ക് മേൽ ഗുണ്ട ആക്ട് പ്രകാരമുള്ള കാപ്പ ചുമത്തപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ടി വന്നത് പാർട്ടിയുടെ അഴിമതി വിരുദ്ധ ജനപക്ഷ മുഖത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. ഇപ്പോഴിതാ ജയിലിൽ ഉള്ളിൽ കഴിയുന്ന സുഗതൻ്റെ കൗൺസിലർ സ്ഥാനം തന്നെ തെറിക്കുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നിയമപ്രകാരം ഹൈക്കോടതി അയോഗ്യരാക്കിയ കൗൺസിലർമാരുടെ പട്ടികയിൽ സുഗതനും ഉൾപ്പെട്ടിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ 1 മാസത്തിനകം ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ സുഗതന് കൗൺസിലർ പദവി പൂർണ്ണമായും നഷ്ടപ്പെടും. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ സീറ്റ് നിലയെയും ശക്തിയെയും വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സുഗതനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പാർട്ടിയുടെ നേതൃത്വം വിയർപ്പൊഴുക്കുമ്പോഴാണ് പോലീസിൻ്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് നാടകീയമായ നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. അക്രമത്തിന് ഉപയോഗിച്ച മാരകായുധങ്ങൾ കണ്ടെടുക്കണമെന്ന ആവശ്യവുമായി വട്ടിയൂർക്കാവ് പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. വിയൂർ ജയിലിൽ നിന്നും പ്രൊഡക്ഷൻ വാറണ്ട് വഴി സുഗതനെ തിരുവനന്തപുരത്തെത്തിച്ചപ്പോൾ പോലീസ് കരുതിയത് കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് വരുമെന്നാണ്. എന്നാൽ കോടതി മുറിയിൽ അരങ്ങേറിയത് തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാഹനത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ തന്നോട് വളരെ മോശമായി പെരുമാറിയെന്ന് സുഗതൻ കോടതിയിൽ നേരിട്ട് പരാതി ഉന്നയിച്ചു. ഇതിനു പുറമെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് മുൻപ് തന്നെ വട്ടിയൂർക്കാവ് പോലീസ് എന്തിനാണ് പ്രതിക്കൊപ്പം പോയത് എന്ന കോടതിയുടെ കടുത്ത ചോദ്യത്തിന് മുന്നിൽ പോലീസിനും മറുപടി ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വീഴ്ചകളും സുഗതൻ്റെ ആരോപണവുമൊക്കെ കണക്കിലെടുത്ത് 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കോടതി വെറും 4 മണിക്കൂർ മാത്രമാണ് പോലീസിന് അനുവദിച്ചത്. വൈകുന്നേരം 5:30 മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ തിരികെ ഹാജരാക്കാനായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ കർശന നിർദ്ദേശം. നിയമത്തിൻ്റെ ആനുകൂല്യം പറ്റി താൽക്കാലികമായി പോലീസിൽ നിന്ന് സുഗതൻ രക്ഷപ്പെട്ടുവെങ്കിലും രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് ഈ വിഷയമുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല. സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഉടനടി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFും UDFും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ്. തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ വന്നവർ സ്വന്തം കൗൺസിലറുടെ ക്രിമിനൽ പശ്ചാത്തലവും കസേര നഷ്ടപ്പെടുന്നൊരവസ്ഥയും ഓർത്ത് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാകാതെ തലകുനിച്ചു നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ജനപ്രതിനിധി കാപ്പ കേസ് പ്രതിയായി മാറിയതും തുടർന്നുണ്ടായ നാടകീയമായ കോടതി നീക്കങ്ങളും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രകോപിതമാക്കുമെന്ന സൂചനയാണിപ്പോൾ പുറത്തുവരുന്നത്.